ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ചായക്കടയിലൊക്കെ കിട്ടുമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക്. നല്ല സോഫ്റ്റ് ആയിരിക്കും, ഉള്ളിലൊക്കെ നല്ല മധുരം പിടിച്ചിട്ട്. അപ്പോൾ അതേപോലത്തെ പാൽ കേക്ക് ഉണ്ടാക്കിയാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒറ്റ നൂൽ പരുവോ അങ്ങനെയൊന്നും ആവണ്ട കേട്ടോ, ജസ്റ്റ് പഞ്ചസാര ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. നമ്മൾ എന്താ പറയുക, പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും സോഫ്റ്റും ഒക്കെ കിട്ടും കേട്ടോ. ഇതേ സെയിം മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്ലോപ്പായി പോകുന്നില്ല കേട്ടോ. ചില സമയം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ, വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടൂല. അത് ചൂടുള്ള എണ്ണയിൽ നമ്മൾ ഇടുന്ന കൊണ്ടാട്ടോ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചൂട് എപ്പോഴും വേണ്ടത്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, അതിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്തായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ, അല്ലാണ്ട് ബീറ്ററിനൊന്നും ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ആട്ടപ്പൊടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1 കപ്പ് മതിയാവൂല, ഒരു 1.5 കപ്പോളം ഏകദേശം വേണ്ടി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ എന്തായാലും വെള്ളം ആവശ്യം വരും കേട്ടോ. അന്നേരം നമ്മൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ എടുക്കണം. ചൂട് കൂടി പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, കുറച്ചൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. അന്നപ്പോൾ ഒന്നും കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ, 1 മിനിറ്റ് 2 മിനിറ്റോളം. ഇനി നമുക്കിതൊന്ന് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കാം. വലിയ കട്ടി വേണ്ട കേട്ടോ, വല്ലാണ്ട് അങ്ങ് തിന്നുമായിപ്പോൾ. വെറുതെ ഒരു മീഡിയം കട്ടി തന്നെ ആയിരിക്കണം കേട്ടോ നമ്മൾ പരത്തേണ്ടത്. ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്തത്. അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു ഷേപ്പിലല്ലേ ഉണ്ടാവുക. ഞാൻ അതേപോലെ കട്ട് ചെയ്തതാട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതുമെന്ന് ഒന്നെടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പം ഞാൻ മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതാണ്. ചൂട് കൂടുതലായി പോകരുത്, അത് നോക്കണം. അങ്ങനെ ആകുമ്പോൾ ഉള്ളു കുക്കായൂല, പുറമെ പെട്ടെന്ന് കളർ മാറും കേട്ടോ. ഇതാ മെല്ലെയാണ് കളർ മാറുക. തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് ഞാൻ നമ്മളിപ്പോൾ ഫസ്റ്റിലിട്ടത് റെഡി ആയിട്ടുണ്ട്. അത് അതിൽ എടുത്തിട്ട്
നമ്മൾ നേരത്തെ ആക്കി വെച്ചില്ലേ ഷുഗർ സിറപ്പ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പിന് ഒരു ഇളം ചൂട് വേണം കേട്ടോ, വല്ലാണ്ട് ചൂട് വേണ്ട. ചൂട് തടഞ്ഞു പോയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ഇളം ചൂടാക്കി എടുക്കുക. ഒരുപാട് ചൂടുള്ള ഷുഗർ സിറപ്പിൽ ഇടരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മധുരം പിടിക്കൂല. ഒരു ഇളം ചൂട് മതി, അതൊന്ന് ശ്രദ്ധിക്കുക, കൈവച്ചിട്ട് നോക്കുക. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന, ചായക്കടയിൽ നിന്ന് വാങ്ങുന്ന അതേ സെയിം ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യും.